ഏകദേശം എല്ലാ വീട്ടിലും പ്രഷർ കുക്കർ കാണും. പക്ഷെ അതിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് അല്ലേ? എന്നാൽ സാധാരണ പ്രഷർ കുക്കറിൽ ചെയ്യാൻ പറ്റാത്ത പലതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ കാണുന്ന അഗാരോയുടെ ഇമ്പീരിയർ ഇലക്ട്രിക് പ്രഷർ കുക്കറിൽ ചെയ്യാൻ സാധിക്കും. അതും സിമ്പിൾ ബട്ടൺ പ്രസ്സിലൂടെ. ഇതിൽ ബിരിയാണി, ഇഡ്ഡലി, കേക്ക്, ചിക്കൻ, ഫിഷ് അങ്ങനെ വാമർ ആൻഡ് സ്ട്രീമർ ആയിട്ട് ഇതിനെ ഉപയോഗിച്ച് പലതും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലൊരു ബോക്സിലായിരിക്കും നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുക. ബോക്സിന് ഉള്ളിലായിട്ട് മെയിൻ സാധനം അഗാരോ ഇമ്പീരിയർ മൾട്ടി ഇലക്ട്രിക് കുക്കർ. ബ്ലാക്ക് അല്ല, ഒരു ബ്രൗൺ ഒക്കെ ഷെയ്ഡായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു കളറാണ് വരുന്നത്. എന്തായാലും സംഭവം കാണാൻ കൊള്ളാം. പിന്നെ പതിവായിട്ട് കിട്ടുന്ന യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ 1.5 വർഷം വരെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വാറണ്ടി കാർഡ്. പിന്നെ ഒരുപാട് ഇതിൽ എങ്ങനെ കുക്ക് ചെയ്യാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഈ കാണുന്ന പോലെ അത്യാവശ്യം വലിപ്പമുള്ള അളവൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്നർ പോട്ട്, സ്റ്റീമർ ബാസ്ക്കറ്റ്, 2 സെർവിങ് സ്പൂണുകൾ, മെഷർ കപ്പ്, എക്സ്ട്രാ സിലിക്കൺ ഗ്യാസ്കറ്റ്, 2 സിലിക്കൺ മിറ്റ്സ് അഥവാ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കൈ പൊള്ളാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലൗസ്. ഇതുപോലെ ഒരു റാക്കും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഒരേ സമയം 2 ഡിഷ് വരെ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഇതിൽ നമുക്ക് ലഭിക്കുക. ഇനി ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 8 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. ഇതിന്റെ തന്നെ 6 ലിറ്ററിനും അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഏകദേശം ഇപ്പൊ 3 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാം. 4 to 6 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 6 പേർക്ക് വരെ ഇതിൽ ഫുഡ് ഉണ്ടാക്കാം. അതേപോലെ 6 ലിറ്ററിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 8 പേർക്ക് അല്ലെങ്കിൽ ലാർജ് കുക്കിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഏകദേശ അളവ് വരുന്നത്. നിങ്ങളൊരു ലാർജ് ഫാമിലി ഒക്കെ ആണെങ്കിൽ ഈ കാണുന്ന പോലെ 8 ലിറ്റർ എടുക്കാം, അല്ലെങ്കിൽ 6 ലിറ്റർ തന്നെ ധാരാളമായിരിക്കും. 1200 വാട്ട്സ് പവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ ഒരു പ്ലഗ് വരുന്നത് 16 ആംപിയറിന്റെ ആ ഒരു കപ്പാസിറ്റി ഉള്ള പ്ലഗ് ആണ്. ഒന്നുകൂടെ കട്ടിയുള്ള പ്ലഗ് ആണ്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യുക. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുത്താൻ പ്ലഗ് ഇല്ലെങ്കിൽ പണി പാളും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിട്ട് അങ്ങനത്തെ പ്ലഗ് നിർബന്ധമായിരിക്കും. ഈ ഒരു സാധനം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതിന് കാരണമായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോഴും കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇനി ഇതിന്റെ ഉള്ളിലെ ഹീറ്റിംഗ് പ്ലേറ്റ് ആയാലും മറ്റുമൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ മുന്നിലായിട്ട് ഇവിടെയാണ് കൺട്രോൾ ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. സാധാരണ പ്രഷർ കുക്കർ പോലെയല്ല, ഓരോന്നിനും കറക്റ്റ് ആയിട്ടുള്ള പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏത് പ്രീസെറ്റിലാണ് നിൽക്കുന്ന സെറ്റിംഗ്സ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മുന്നിലായിട്ട് തന്നെ വലിയൊരു LED പാനലും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന അത്രയും പ്രീസെറ്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 14 ബട്ടണുകളിലായിട്ട് 14 പ്രീസെറ്റ് പ്രോഗ്രാമുകൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലുതായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യം ഇതുകൊണ്ട് വരുന്നില്ല. സാധാരണ പ്രഷർ കുക്കറിന്റെ മുകളിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഇതിന്റെ മൂടിക്ക് മുകളിലായിട്ടും പ്രഷർ വാൾവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് സീലിംഗ്, വെന്റിംഗ് എന്നൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ അറിയാം, നിങ്ങൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് ഒരു സ്പ്രേ പോലെയൊക്കെ പലതും പോവാറുണ്ട്. അപ്പൊ അതൊന്നും താഴെ ഭാഗത്ത് ആവാതിരിക്കാൻ അത് തടഞ്ഞു നിർത്താനുള്ള ഒരു കപ്പാണ്. ഇത് നമുക്ക് എടുത്തിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. സേഫ്റ്റിക്ക് വേണ്ടി ലിഡ് ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ലോക്ക് ആവും. നമ്മൾ സെർവ് ചെയ്യുന്ന സ്പൂണൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു മുട്ട പുഴുങ്ങണം എന്നുണ്ടെങ്കിൽ എഗ് എന്നുള്ള പ്രീസെറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അരി വേവിക്കണം എന്നുണ്ടെങ്കിൽ റൈസ് ഉണ്ട്. അതേപോലെ കേക്കിന് കേക്ക് ഉണ്ട്, പിന്നെ സ്റ്റീം ഉണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഓരോ പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓവറായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് പുറമേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഇനി ഇതിന്റെ ജസ്റ്റ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ള. അപ്പൊ അത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്ന രീതി മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ ഫുഡിനും ഓരോ രീതിയിലാണ്. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാവുന്ന കേസുള്ളൂ. പിന്നെ ഓൺലൈനിൽ ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഇതുപോലൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫുഡ് ഉണ്ടാക്കാം. ഡിസ്പ്ലേയിൽ ഹോട്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൂട് മാക്സിമം ആയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. നമ്മൾ ഏതെങ്കിലും പ്രീസെറ്റോ അല്ലെങ്കിൽ കസ്റ്റമായിട്ടൊരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞ് ഇത് ഓഫ് ആയി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് കീപ് വാം എന്നുള്ള മോഡിലേക്ക് ഇത് പോകും. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിലൊന്നും ഇല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതൊരു ചെറിയ ചൂടിൽ അങ്ങനെ നിൽക്കും. എന്നാൽ ഓവറായിട്ട് കരിഞ്ഞു പോയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല.
ഇതിൽ നിങ്ങൾ ഏത് പ്രിസെറ്റ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് തന്നെ ഇതേപോലെ ഓട്ടോ എന്നായിരിക്കും കാണിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ടൈം കാണിക്കുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. സംഭവം സിമ്പിൾ ആണ്. ഏത് ഫുഡാണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ പ്രീസെറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇനി കസ്റ്റമായിട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് പ്രീസെറ്റാണ് വേണ്ടത് വെച്ചാൽ അത് പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ആ ടൈം കഴിയുമ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കണോ അല്ലെങ്കിൽ റൈസ് ഇടണോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി എടുക്കണോ, അപ്പോൾ അതിനുള്ള ആവശ്യങ്ങൾക്കുള്ള ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രീസെറ്റ് ആയിട്ടോ കസ്റ്റമർ ആയിട്ടോ ഒക്കെ സംഭവമൊക്കെ സെറ്റ് ചെയ്തു ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം പാചകം ആയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ നിന്നൊരു ബീപ്പ് ഇതേപോലെ ഒരു സൗണ്ട് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. സൗണ്ട് കേൾക്കുമ്പോൾ പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഓരോരുത്തരും പലതരത്തിലുള്ള ഭക്ഷണമായിരിക്കും പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടാത്ത പല സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടും ഇതിൽ ഉപയോഗിക്കാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും മറ്റുള്ളൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. എങ്ങനെ യൂസ് ചെയ്യണം, ഓരോ പാചകം നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് യൂസർ മാനുവലും മറ്റുള്ളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറച്ചുകൂടെ പണി എളുപ്പമാക്കാം. അപ്പോൾ ഇതുപോലൊരു ഇലക്ട്രിക് പ്രഷർ കുക്കർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നോക്കിയിരിക്കുക അല്ലെങ്കിൽ ടൈം നോക്കി നിൽക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഭക്ഷണം കഴിയുന്ന സമയത്ത് റെഡി ആവുന്ന സമയത്ത് സൗണ്ട് വരും, നമ്മൾ വന്നിട്ട് ആ ഒരു സംഭവം ഭക്ഷണം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ടൈം ലാഭിക്കാനും പെട്ടെന്ന് കുക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ വലിയ ടൈമൊന്നും ഇല്ലാതെ ജോലിയൊക്കെ ആയിട്ട് തിരക്കിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ കൊടുക്കാൻ മറക്കരുത്. ചിലപ്പോൾ അവരും ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.